ഇത്രയും മോശമായിട്ട് കിടക്കണ ഞങ്ങളുടെ ഈ റൂം ഞാനിന്ന് ഇതിൻ്റെ ചായ മുഴുവൻ മാറ്റാൻ പോവാണ് കേട്ടോ. ഇന്നലെ ചേട്ടായി പോയി ഒരു അലമാരയും ഒരു മേശ ഡ്രോ അങ്ങനെയൊക്കെ പറയും ആ സാധനം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പുതിയ റൂമിലോട്ട് മാറിയ പിന്നെ അലമാര ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ട്രോളിയിലൊക്കെ ആയിരുന്നു ഡ്രസ്സും പൊന്നിൻ്റെ ടോയ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അത്യാവശ്യം ഇടാനുള്ളതും എടുക്കാനുള്ളതും മാത്രമാണ് നമ്മൾ പെട്ടെന്ന് എടുക്കാനുള്ള രീതിയിൽ വെച്ചുകൊണ്ടിരുന്നത്. ബാലൻസൊക്കെ നമ്മൾ നമ്മുടെ വേറെ വേറെ ട്രോളിയിലാക്കിയിട്ട് നമ്മളിങ്ങനെ ബെഡിൻ്റെ ഈ പെട്ടിയിലൊക്കെ ആക്കി വെച്ചേക്കുമായിരുന്നു. അതായത് നമ്മൾ പെട്ടെന്ന് എടുക്കുന്നില്ല. കുറേ ഡ്രസ്സാണ് കേട്ടോ, ഇതൊക്കെ ഞങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ 2-3 ട്രോളിയിലാക്കി എടുത്ത് വെച്ചേക്കുമായിരുന്നു. ഈ ഒരു അലമാര എത്തിയപ്പോഴേക്കും എൻ്റെ റൂം ഫുള്ളായിട്ട് മാറിയെന്ന് പറയാം. ഇത് ഒരു ദിവസം ഫുള്ള് എൻ്റെ പണിയാണ് കേട്ടോ. രാവിലെ തുടങ്ങി ഏകദേശം വൈകുന്നേരം വരെ ഇങ്ങനെ തച്ചിന് നിന്നിട്ടാണ് തീരണേ. ഡ്രസ്സ് ഉണ്ടായിരുന്ന ഓരോ ട്രോളിയായിട്ട് തുറന്ന് അതൊക്കെ ഞാൻ മടക്കി എടുത്ത് വെക്കുവാണ് കേട്ടോ. ഇതെടുത്ത് മടക്കി വെക്കുമ്പോഴാണ് ഞാൻ അറിയണേ ഞങ്ങൾക്ക് ഇത്രയും ഡ്രസ്സ് ഉണ്ടായിരുന്നോന്ന് തന്നെ. അങ്ങനെ ഡ്രസ്സൊക്കെ മടക്കി ആ പരിപാടിയൊക്കെ കഴിഞ്ഞോടെ പെട്ടെന്ന് എടുക്കാനുള്ള ചീപ്പ്, കൺമഷി, പൊട്ട്, ചേട്ടായുടെ കുറച്ചൊക്കെ സാധനങ്ങൾ അങ്ങനെയുള്ളത് കണ്ണാടിയുടെ തൊട്ട് താഴെയുള്ള ഡ്രോയിൽ ഞാൻ എടുത്തു വെച്ചു. ഈ മേശയ്ക്കകത്ത് വെക്കാൻ വേണ്ടി ഞാൻ വെറുതെ ഇങ്ങനെ സാധനങ്ങൾ വെച്ചാൽ അത് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങി അത് മുഴുവൻ അലങ്കോലപ്പെട്ട് പോകണ കാരണം ഞാനൊരു ബൗൾ പോലത്തെ ഒരു സാധനം ഞാൻ പഴയ റൂമിൽ ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അതിങ്ങനെ എടുത്തു വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടൂല കേട്ടോ. ഞങ്ങളുടെ സാധനങ്ങൾ മുഴുവൻ ഞാനിങ്ങനെ കവറിൽ കെട്ടി വെച്ചേക്ക് പറഞ്ഞു. അതിനെയൊക്കെ ഞാൻ ഇന്ന് പുറത്തെടുത്തു. ഒഴിവാകണ ട്രോളി ഞാൻ അലമാരയുടെ മേളിലോട്ട് കയറ്റി വെച്ചു. കാരണം അത് വേറെ തടസ്സമൊന്നും ഉണ്ടാവില്ല, അതിൻ്റെ മേളിലിരുന്നോളൂ എന്ന്. ഭയങ്കര എളുപ്പമൊന്നും ഇല്ലായിരുന്നു, കുറച്ച് പങ്കപ്പാടായിരുന്നു. പിന്നെ പൊന്നൂസിൻ്റെ ടോയ്സ് അതും ഒരു ട്രോളിയിലായിരുന്നു. അത് ഞാൻ വേറൊരു സാധനത്തിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇതാവുമ്പോൾ മറ്റേതാണെങ്കിൽ വാ പൊളിച്ചിരിക്കുമായിരുന്നു. ഇതിനകത്താണെങ്കിൽ നിറഞ്ഞ് ഫിറ്റായിട്ടിരുന്നോളും, അടച്ച് വെക്കാം, കാണുമ്പോൾ ഇച്ചിരി വൃത്തിക്ക് ഇരുന്നോളും. ലാസ്റ്റ് ആയപ്പോഴേക്കും ട്രോളി എനിക്ക് പണിയാൻ തുടങ്ങി. ഞാൻ വെക്കണോടത്ത് ഇരിക്കുന്നില്ല, കയറുന്നില്ല. ഞാൻ ഇവിടെ നിന്ന് ഉന്തിത്തള്ളി ആർന്നത് കയറ്റി വെച്ചോണ്ടിരുന്നത്. ലാസ്റ്റ് ഞാൻ ഒരു പണി ചെയ്തു. അങ്ങ് ദൂരെ കിടക്കണ കട്ടിൽ വലിച്ചടിപ്പിച്ചിട്ടിട്ട് കട്ടിലിൻ്റെ മണ്ടയിൽ അതിൻ്റെ പടിയെ കയറിന്ന് എടുത്തു വെച്ചു. അപ്പോൾ ഓക്കെ. ഇവിടെ ഉണ്ടായിരുന്ന തുണി വിരിക്കണ ഒരു സാധനം ഞാൻ ബാത്റൂമിൻ്റെ ഇഷ്ടം പോലെ സ്ഥലം ഉള്ളതുകൊണ്ട് അതിൻ്റെ സൈഡിലോട്ട് കൊണ്ട് ആക്കിയിട്ടുണ്ട്. അതാകുമ്പോൾ ഇഷ്ടം പോലെ തുണി കൂടെ വിരിക്കാമല്ലോ. പിന്നെ ചെരുപ്പൊക്കെ ഞാൻ ഒതുക്കി ആവശ്യമില്ലാത്തൊക്കെ ഞാൻ ട്രോളിയുടെ ഉള്ളിൽ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ വിളക്ക് വെക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് വന്നപ്പോൾ മീഷോയിൽ നിന്ന് മേടിച്ചുകൊണ്ടുവന്ന സാധനമാണ്. അതൊക്കെ ഞാൻ വാരിക്കിട്ട് വെച്ചേക്കൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് അതൊക്കെ ഒതുക്കി. ഇതായിരുന്നു നമ്മുടെ റൂമിൻ്റെ പഴയ അവസ്ഥ. ഇപ്പം ഞാൻ അതൊക്കെ ഒതുക്കി ഒന്ന് പുതിയ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വല്ല മാറ്റം തോന്നുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ ഒരു ദിവസം ഫുള്ള് വേണം കേട്ടോ അടുക്കളയിലെ പണി ഇത് കഴിഞ്ഞിട്ട്.